ഹലോ, നമസ്കാരം ഗായ്സ്. ബീംസ് പയറെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിൽ വേറെ എന്തെങ്കിലും നടാമെന്ന് കരുതി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് കുക്കമ്പർ തൈ റെഡിയാക്കിയിരുന്നു. അപ്പോൾ അതിൽ നടാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ബീംസിൻ്റെ വള്ളിയെല്ലാം പറിച്ച് കളയാം, എന്നിട്ട് അതിൽ നടാം. ഇപ്രാവശ്യം ബീംസ് നട്ടത് നല്ല കായ്ഫലം കിട്ടിയത്. ഹൈബ്രിഡാണ്, പെട്ടെന്ന് കായ്ക്കും പെട്ടെന്ന് കഴിയും. അങ്ങനെയാണ് ഹൈബ്രിഡിൻ്റെ വിത്തിൻ്റെ അവസ്ഥ. പെട്ടെന്ന് നല്ലോണം കായ്ക്കും, പിന്നെ അതുപോലെ പെട്ടെന്നാണ് കഴിയുകയും ചെയ്യും. നമ്മളെ നാടൻ വിത്താണെങ്കിൽ നമ്മങ്ങനെ കായ്ച്ചു കൊണ്ടേയിരിക്കും. ഹൈബ്രിഡ് ഏത് വിത്താണേലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ എല്ലാം പറിച്ച് കളഞ്ഞ് നമുക്ക് ഇതിൽ കക്കരിക്കൻ്റെ തൈ നടാൻ. മുന്നേ ഞാൻ തൈയാക്കി വെച്ചിരുന്നു, അത് നടാമെന്ന് കരുതി. നമ്മൾ ഇത് നടുമ്പോൾ വളം കാര്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്ന് വേരൊക്കെ ഓട്ടോ വെച്ചിട്ട് നല്ല ഉഷാറായിട്ട് ഒന്ന് വളം കൊടുത്താൽ മതി. ഇപ്പോഴത്തും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ നല്ല വളം ഉണ്ട്. പിന്നെ കുക്കമ്പറിന് കാര്യമായ വളത്തിൻ്റെ ആവശ്യമേ ഇല്ല, ചെറുങ്ങനെ വളം മതി. 2 നേരം നനക്കണം, അത്രമാത്രം. അപ്പോൾ ഒന്ന് ബീംസൊക്കെ കളഞ്ഞ് അതൊന്ന് സെറ്റാക്കി, ഒന്ന് ക്ലീനാക്കി, ഒന്ന് മണ്ണൊക്കെ ഒന്ന് കുത്തി മാന്തി ഇതുപോലെ ഒന്ന് വേരോട്ടം വെക്കാൻ വേണ്ടി നല്ല കുത്തി വേരൊക്കെ ഒന്ന് ഉഷാറാക്കി എടുത്ത് മണ്ണൊക്കെ ഒന്ന് കുത്തി എല്ലതും ഇങ്ങനെ ചെയ്ത് ഒക്കെ ഞാൻ ഡ്രമ്മിൽ തന്നെ ചെയ്തിരുന്നു. ഇത് ഞാൻ ഒരു 2 ആഴ്ച മുന്നേ ഉണ്ടാക്കിയ ഹൈബ്രിഡ് കുക്കമ്പറിൻ്റെ തൈയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നടാം. അപ്പോൾ ഒക്കെ അതിലേക്ക് നടാം എന്നെങ്കിൽ ഓരോരോ തൈ ഓരോ ഡ്രമ്മിൽ വെക്കാം. നല്ല വേരോട്ടം വെച്ച് നല്ല സെറ്റായ തൈയാണ്, അടിപൊളി തൈയാണ്. അപ്പോൾ ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എല്ലാത്തിലും നടാം. മാറി പച്ചക്കറി ചെയ്തുകൊണ്ടിരിക്കാൻ. ഇവരുടെ ബീംസാണ്, ഒരു ദിവസം കുക്കമ്പർ, അങ്ങനെ മാറി ചെയ്യണം. അങ്ങനെയാണ്. ഇനിയിപ്പോൾ അടുത്ത് വേറെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരു 22 ദിവസം കൊണ്ട് നമുക്കിത് കായ് സ്റ്റാർട്ടാവും. കാരണം 3 ഇല പരുവമായ തൈയാണ്, പെട്ടെന്ന് കായ്ക്കും. ഹൈബ്രിഡ് തൈയാണ്. ഞാൻ വിത്ത് വാങ്ങി തൈയാക്കിയതാണ്. നല്ല വേര് റൂട്ട് പിടിച്ചോണ്ടാ. അതാണ് നല്ല വേര് റൂട്ട്. ഉണങ്ങി പിടിക്കുക ഒന്നും ചെയ്യില്ല. ഉഷാറായിട്ട് നമുക്ക് നടാം, എപ്പോഴും നടാം, ഏത് സമയത്തും നടാം, ഉണങ്ങില്ല. കാരണം നല്ല ചകിരിച്ചോറൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്ത തൈകളാണ്. ഇപ്പം ഇതിലെല്ലാം നടാം, നമുക്ക് ഓരോന്നോരോന്നായിട്ട് നടാം. നട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3-4 ഇല വരുമ്പോൾ നമുക്ക് കുറച്ച് എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കാം. ഇപ്പം യാതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. തൈ നല്ല റൂട്ടുള്ള തൈകളാണ്. വെറുതെ നട്ട് കൊടുത്താൽ മതി, ഉണങ്ങി പോകുന്നില്ല. 2 നേരം നനക്കണം, മഴയില്ലെങ്കിൽ. ഓക്കെ, എന്നാൽ നമസ്കാരം. ഓക്കെ.